ഇന്നലെ രാത്രി വിളിച്ചിട്ട് പടം കഴിഞ്ഞ് വിളിച്ചിട്ട് കുറെ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. എനിക്ക് പക്ഷെ ബിരിയാണി കണ്ടാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല, അതുകൊണ്ട് ഞാൻ സൈക്കോ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ടോവിച്ച് ചേട്ടനെ എന്നാ ഒരു സൈക്കോ ക്യാരക്ടറിൽ കാണാൻ പറ്റുക? ഓക്കെ, വഴിയുണ്ടാക്കാം. നമ്മുടെ കോമൺ മാൻസിന്റെ ഇടയിലുള്ള സൈക്കോനെ പുറത്തു കൊണ്ടുവരണം. റിക്വസ്റ്റ് അല്ല, എല്ലാവരും മനസ്സിലായില്ല, എനിക്ക് കഥ മനസ്സിലായില്ല. പിന്നെ എന്താ, നമുക്ക് കാണാം. ഇനിയും സീരിയലിൽ അഭിനയിച്ച പിന്നെ അവരെ കൊള്ളിൽ അഭിനയിക്കാൻ ഭയങ്കര ഓവർ ആക്ടിങ് ആണ്, പിന്നെന്താണ് അവർക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും തഴയപ്പെടുന്നതാണ്. ഗണപതി എന്തോ അങ്ങനെ ഒരു ഇതെടുത്ത് റിസ്ക് എടുത്തു. ഇത്ര അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ടൊന്നും, അല്ലെങ്കിൽ 3 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. പക്ഷേ ഇതൊന്നും നാളത്തെ ഒരു തലമുറ നോക്കുമ്പോൾ ബീനാന്റണി എന്ന് പറഞ്ഞ അവിടെ രേഖപ്പെടുത്താൻ ഒന്നും ഉണ്ടാവില്ല, ഒരു കഥാപാത്രം പോലും. എന്താണ് ഇവരുടെ ശരിക്കുള്ള പേരെന്ന് ആർക്കെങ്കിലും അറിയാമോ? മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. കാരണം ഞാൻ എന്നെ കൺസിഡർ ചെയ്തില്ല. അത് പോട്ടെ, ചിദംബരവും ഗണപതിയും എൻ്റെ 2 പേരും എൻ്റെ മക്കളായിട്ട് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. എത്രയോ വർഷം എൻ്റെ മോനായിട്ട് അഭിനയിച്ച ആളാണത്. അത് കഴിഞ്ഞ് ഗണപതി ആണെങ്കിൽ കുഞ്ഞാലി മരക്കാരൻ്റെ കുഞ്ഞൻ ബാലൻ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻ കമ്പനി നമ്മൾ ട്രാക്ക് ചെയ്തു. അവരുടെ ഫാമിലി ഓസ്ട്രേലിയയിലാണ്. ബാലൻ അവരുടെ 15ാമത്തെ 16ാമത്തെ സിനിമ എന്തായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അവർ പ്രൊഡക്ഷൻ ഹൗസ് കൂട്ടി ആ ഫാമിലിയുടെ ലാസ്റ്റ് ആൾക്കാർ നമ്മൾ ട്രേസ് ചെയ്തു. ഓഫ് കോഴ്സ് ഭയങ്കര സന്തോഷമായിരുന്നു. അതിന് പ്രിയൻ സാറിൻ്റെ ആ വാക്ക് റിയലി ഹെൽപ്ഡ് അസ്. അപ്പം കുറേ ആൾക്കാർക്ക് ഞാൻ ഒരാഴ്ച ബ്രേക്ക് എടുത്ത് ദുബായിക്ക് പോയിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ല് ചെയ്ത് കവളൊക്കെ കൊടുത്തിട്ടാണ് തിരിച്ചു വന്നത്. അത് ബാലനിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞിട്ട് പോയത്. ഒരു ഹാർഡ്ലി 10-15 മിനിറ്റ്സ് സിനിമയിൽ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ ക്യാരക്ടറിൻ്റെ ഒരു തുടക്കവും മധ്യവും അവസാനവും ഉണ്ട്. ക്യാരക്ടറിന് ഒരു ആർക്ക് കൃത്യമായിട്ടുണ്ട്. അത് എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, ഇതിലെ ഏത് ക്യാരക്ടർ എടുത്ത് നോക്കി കഴിഞ്ഞാലും അവരുടെ നല്ലതും ചീത്തയുമായിട്ടുള്ള സ്വഭാവങ്ങൾ, അവരുടെ വൾനറബിലിറ്റീസ്, അതൊക്കെയാണ് അവർ കുറച്ചും കൂടെ റിലേറ്റബിളും ആൾക്കാർക്കെല്ലാം നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്നത്. നമ്മൾ ആരും ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലല്ലോ നമ്മളെ തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക. ഗ്രേ ഏരിയാസ് ഉണ്ടാവും, നമ്മുടെ വൾനറബിലിറ്റീസ് ഉണ്ടാവും. അത് ഫോഴ്സ്ഫുള്ളി അല്ലാതെ ഓരോ ക്യാരക്ടറിൻ്റെയും അത് എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അത് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ അത് കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് വ്യക്തമായിട്ട് കിട്ടിയായിരുന്നു. ഇവർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പോൾ ഏതൊരു ആക്ടറാണെങ്കിലും അയാൾക്ക് അങ്ങനത്തെ നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നതല്ലാതെ ശൂന്യതയിൽ നിന്ന് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു കഥാപാത്രം വരുന്ന സമയത്ത് ഇവരുടെ മനസ്സിൽ ഞാൻ വന്നു എന്ന് പറയുന്നതും, അത് എൻ്റെ അടുത്തേക്ക് ഇവർ എത്തി എന്ന് പറയുന്നതും, എനിക്കത് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതും ഒക്കെ ഭയങ്കര സന്തോഷവും ഭയങ്കര ഭാഗ്യമാണ്. അതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടാവും. അത് എൻ്റെ പെട്ടെന്നുള്ളൊരു രൂപവും ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ വെച്ചിട്ട് എന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടറിലായിരിക്കില്ല ചിലപ്പോൾ സാധാരണ ആൾക്കാർ ആദ്യം ഫസ്റ്റ് തോട്ടിൽ വിളിക്കുക. പക്ഷേ ഇതിലെനിക്ക് ഇവർ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഈ ഒരു ക്യാരക്ടർ. ഇതിൻ്റെ രൂപമൊന്നും അന്ന് എന്തായിരിക്കും എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ നമ്മൾ ഷൂട്ടിന് തൊട്ട് മുമ്പൊക്കെയാണ് അത് തീരുമാനമാക്കിയത്. പക്ഷേ ക്യാരക്ടർ എനിക്ക് മൊത്തത്തിൽ ഭയങ്കരമായിട്ട് വർക്കായി. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഈ പടത്തിൽ ഞാനത് സ്പോയിലർ ആയതായിട്ട് പറയുന്നില്ല, പക്ഷെ എൻ്റെ ക്യാരക്ടറിന് ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ എനിക്കും ഈ ഇപ്പോൾ ഇവൻ്റെ പ്രായത്തിൽ ഇവനേക്കാളും ഒരു തൊട്ട് താഴെയായിരിക്കും എൻ്റെ മോൻ. അവനേക്കാളും ഒരു സിനാനേക്കാളും ഒരു 2-3 വയസ്സ് 3-4 വയസ്സ് താഴെയായിരിക്കും എൻ്റെ മോള്. അപ്പോൾ എനിക്കത് മനസ്സിലാവും പല കാര്യങ്ങളും. എൻ്റെ ക്യാരക്ടർ എന്തുകൊണ്ട് അവരോട് എങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ജീവിതാനുഭവം എനിക്കായിട്ടുണ്ടാവും. അതിൻ്റെ ആയിരിക്കാം. പിന്നെ ഞങ്ങൾ എൻ്റെ സിനിമകൾ കണ്ടിട്ട് മാത്രമായിരിക്കണം എന്നില്ല, ഞങ്ങൾ തമ്മിൽ പേഴ്സണലി പരിചയമുണ്ട്. ഇപ്പോൾ ചിതുവാണെങ്കിലും നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യണ ആദ്യമായിട്ടാണെങ്കിലും കുറേ നാളായിട്ട് പരിചയമുണ്ട്. അതുപോലെ ഗണമായിട്ടും വർക്ക് ചെയ്തിട്ടുമുണ്ട്, അല്ലാതെയും പരിചയമുണ്ട്. ജിത്തു പണ്ട് ഗപ്പിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, മറഡോണയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ജിത്തുവിനെ അറിയാം. അപ്പോൾ ചിലപ്പോൾ ഞങ്ങളുടെ പേഴ്സണൽ സമയങ്ങളിൽ എൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും കണ്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഒരു. പക്ഷേ എന്തൊക്കെ കാരണം കൊണ്ടാണെങ്കിലും ഇത് ഈ കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്ന് പറയുന്നത് ഇനിയും ചിലപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഞാൻ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ക്യാരക്ടേഴ്സ് എന്നെ ഏൽപ്പിക്കാനായിട്ടൊരു ധൈര്യം കൊടുക്കുമായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ബാലിലൂടെയുള്ള അഭിനയിച്ചപ്പോൾ? കാരണം നമുക്ക് ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഒറ്റ ടേക്ക് ഫസ്റ്റ് ടേക്കിലൊക്കെ റെഡിയാക്കിയ ഒരുപാട് ഷോട്ടുകൾ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഏജില് ഇതേപോലെ ഇന്റർവ്യൂ കണ്ട ഞാൻ നേരിട്ട് കണ്ടല്ലേ. ഞാൻ വരുമ്പോഴത്തേക്കും ഇവൻ സീസൺഡ് ആയിട്ടുണ്ട്. ഞാൻ ഈ സിനിമയിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഇവൻ ഭയങ്കര പ്രൊഫഷണലായിട്ട് ഷോട്ടിന്റെ സമയത്തൊക്കെ റെഡി സാർ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് പുലർച്ചയ്ക്കൊക്കെയാണ് നമ്മൾ നൈറ്റ് ഷൂട്ടുകളൊക്കെ ഞങ്ങളുണ്ടായിരുന്ന സീനുകൾ പറയുന്നത് നൈറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ആ
6 വയസ്സുള്ള കുട്ടിക്ക് രാത്രി ഉറക്കം കളയേണ്ട കാര്യമില്ല. നമ്മളെന്ന് വെച്ചാൽ ഇങ്ങനെ സിനിമ ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് എക്സ്പീരിയൻസും ഒക്കെ ആയിട്ടാണ് നമ്മളിങ്ങനെ ഉറക്കം കളയുന്നത്. പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ്റെ ഒരു ഈ പ്രായത്തിൽ തന്നെ ഇത്രയും വെളിവുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കാര്യമാണ്. അവൻ വളരെ പ്രൊഫഷണലായിട്ടാണ് അഭിനയിക്കേണ്ടായിരുന്നത്. അതുപോലെ ഞങ്ങൾക്ക് കുറേ സമയം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടിയായിരുന്നു. ബോട്ടിലും സ്കൂട്ടറിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ കുറേ കഥയൊക്കെ പറയും. എൻ്റെ വീട്ടിലെ കഥയും പറയും, ഞാൻ എൻ്റെ വീട്ടിലെ കഥയും പറയും. അങ്ങനെ ഞങ്ങൾക്ക് കുറേ സമയം കിട്ടിയായിരുന്നു. സിനാനായിട്ടാണെങ്കിലും സിനാൻ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് സിനാനപ്പോൾ ആ സമയത്തെ ഷൂട്ടിൻ്റെ സമയത്ത് ഞങ്ങളുടെ ഷൂട്ട് ഇറങ്ങുന്ന സമയം മുതൽ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് സിനാനിലേക്ക് വരുന്ന സമയത്ത് ഇവൻ ആ ക്യാരക്ടറിൻ്റെ ഇന്നസെൻസ് ആണ് പ്ലേ ചെയ്തിരുന്നതെങ്കിൽ സിനാൻ വരുന്ന സമയത്ത് സിനാൻ അതിൻ്റെ ഇൻറ്റൻസിറ്റി, ആ ബാലൻ്റെ ഇൻറ്റൻസിറ്റിയിലേക്ക് എത്തിക്കുന്നത് ആ വളർന്നതിന് ശേഷമുള്ളത് അത് സിനാനായിരുന്നു. അത് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആദ്യത്തെ സിനിമ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് നമുക്കുണ്ടായിരുന്ന മാനസികാവസ്ഥയും നമുക്കുണ്ടായിരുന്ന അറിവും എക്സ്പീരിയൻസും ഒക്കെ എന്തായിരുന്നു നമുക്ക് നല്ല ധാരണയുണ്ട്. ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഇവർ ഇത്രയും നല്ല പെർഫോമൻസ് ഈ ക്യാരക്ടർ ഫുൾ ഓഫ് ചെയ്തത് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇന്ന് സിനിമ കണ്ടപ്പോഴാണ് ബാക്കിയുള്ളവരുടെയൊക്കെ പെർഫോമൻസ് ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഷൂട്ടിൻ്റെ സമയത്ത്. ഇത് ഈ ഫർസാനിയും ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്, പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുള്ളൂ. അതുപോലെ അമ്മൂമ്മയുടെ ആണെങ്കിലും വൻ പൊളി ക്യാരക്ടറായിരുന്നു. അത് ആ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചത് ആരാണ് ഈ ക്യാരക്ടർ ചെയ്യണത്, ആരാണ് ഈ ക്യാരക്ടർ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് അത് പക്ഷെ എനിക്കത് കാണാനും പറ്റിയില്ല. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അന്ന് പറഞ്ഞിരുന്നു അമ്മൂമ്മ വന്നിട്ടുണ്ട്, പൊളിച്ചിട്ടുണ്ട്, അന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തിയേറ്ററിൽ കാണാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ജീനൊക്കെ ഞങ്ങൾക്ക് കുറേ നാളായിട്ട് അറിയണതും ജീൻ്റെ മുമ്പത്തെ ഇപ്പോൾ മഞ്ഞുമല്ലി ആണെങ്കിലും ഒക്കെ പെർഫോമൻസസ് ഒക്കെ ഭയങ്കര അടിപൊളി പെർഫോമൻസസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പെർഫോമൻസ്. ഇതിലെ ക്യാരക്ടർ പവിത്ര എന്നുള്ള ക്യാരക്ടർ കേട്ടപ്പോൾ തന്നെ ധാരാ എന്നുള്ള കാര്യം നമുക്ക് കൊതിയുണ്ടാവുമല്ലോ നല്ല ക്യാരക്ടേഴ്സ് കേൾക്കുന്ന സമയത്ത്. അപ്പോൾ അത് ജീനാണെന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് കിട്ടി. ആ കഥ പറയുമ്പോൾ തന്നെ കിട്ടി. അത് ഞാൻ ഇന്നാവുന്നതിന് മുമ്പ് ജീൻ ഇന്നായിട്ടുണ്ട്. അതുപോലെ എല്ലാവരുടെയും ഗിരീഷ് ഷെട്ടി ആണെങ്കിലും എല്ലാവരുടെയും ഗണപതി വെറുതെ ഇരുത്തിക്കൊണ്ട് പറയണതല്ല, എല്ലാവരും പറഞ്ഞു. പക്ഷെ ശരിക്കും അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സിനിമയിൽ. ഞാൻ എൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. ഗണപതിയാണല്ലോ ഫസ്റ്റ് ഇങ്ങനെ ഇവർ ഒരുമിച്ചാണല്ലോ തീരുമാനിക്കണം. അങ്ങനെ ഒരു തോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് പോലത്തെ ഒരു ക്യാരക്ടർ അല്ല ഇത്. അപ്പോൾ ഒരു ക്യാരക്ടർ ആര് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു കാസ്റ്റിംഗ് ഡയറക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു സിനിമയിൽ എത്രത്തോളം ഉണ്ടെന്നുള്ള ഭയങ്കര എക്സാമ്പിൾ ആയിരിക്കും ചിലപ്പോൾ ഈ സിനിമയിലെ ഓരോ കാസ്റ്റിംഗ്. ഇന്നലെ രാത്രി വിളിച്ചിട്ട് പടം കഴിഞ്ഞ് വിളിച്ചിട്ട് അവൻ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. അവന് പടവും ഭയങ്കര ഇഷ്ടമായി, എൻ്റെ പെർഫോമൻസും അവന് ഭയങ്കരമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ എന്നൊക്കെ അവരും പറഞ്ഞു. അത് ഭയങ്കര അടിപൊളിയാണ്, സന്തോഷമാണ്. ലാൽ സാർ ഇന്ന് പടം കണ്ടിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ട് വന്നോ അല്ലെങ്കിൽ എങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണെന്നോ ഇതാവുന്നില്ല. അതൊരു ഒരു എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് പ്രേക്ഷകന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ അല്ല, കുറെ ക്വസ്റ്റ്യൻസ് എന്താണ് ഇവരുടെ ശരിക്കുള്ള പേര് ആർക്കെങ്കിലും അറിയാമോ? അതേപോലെ തന്നെയാണ് അവരുടെ പാസ്റ്റും എല്ലാം വേഗമാണ്. നമ്മളത് ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. എന്ത് പേര് വേണമെങ്കിൽ അവർക്ക് വിളിക്കുക, എന്ത് പാസ്റ്റ് വേണമെങ്കിൽ അവർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് ഓടുന്നത്? പലതും പല പാസ്റ്റ് എന്നുള്ള പല പ്രേതങ്ങളുണ്ട്. അപ്പൊ അവിടെ നിന്നെല്ലാം ഓടുന്നത്. പിന്നെ ഷംനാത്തെ ഉണ്ടല്ലോ പുറകില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സെറ്റിലൊക്കെ? സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? കഥയൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു ചെയ്ത്? കഥ മനസ്സിലായില്ല, എനിക്ക് കഥ മനസ്സിലായില്ല. സിനിമയൊക്കെ ഇഷ്ടമാണ്? സിനിമ ഇഷ്ടമാണോ? സിനിമ ഇഷ്ടമാണ്. ഇനി അഭിനയിക്കാൻ ഞങ്ങളോട് ഉണ്ടാകത്തില്ലേ? ഒരുപാട് പടങ്ങൾ ചെയ്യാൻ ഞങ്ങളോട് ഉണ്ടാകത്തില്ലേ? പിന്നെ എന്താ, നമുക്ക് കാണാം ഇനിയും. അതുപോലെ കുറേ വർഷം ഈ സീരിയലിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കുറേ വർഷങ്ങൾ. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. കാരണം ഒന്ന് ഞാൻ മഞ്ഞുമൽക്കാരിയാണ്, അവിടുത്തെ ഒരു ആക്ട്രസ്സാണ്. ഞാൻ എന്നെ കൺസിഡർ ചെയ്തില്ല. അത് പോട്ടെ, ഈ ചിദംബരവും ഗണപതിയും രണ്ടുപേരും എൻ്റെ മക്കളായിട്ട് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. ചിദംബരം വന്നിട്ട് ആലിപ്പഴത്തിൽ എൻ്റെ മകനായിരുന്നു. എത്രയോ വർഷം എൻ്റെ മോനായിട്ട് അഭിനയിച്ച ആളാണത്. അത് കഴിഞ്ഞ് ഗണപതി ആണെങ്കിൽ കുഞ്ഞാലി മരക്കാറിൻ്റെ കുഞ്ഞനായിരുന്നു. ഭയങ്കര നല്ല പെർഫോമൻസ് ഒക്കെ ഉമ്മയും മോനുമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള. അപ്പം ഇവർ രണ്ടുപേരും എന്നെ കൺസിഡർ ചെയ്തല്ലോ എന്നുള്ള സങ്കടം. ഞാൻ ഒരു ദിവസം വെറുതെ ചിദംബരത്തിന് ഒരു മെസ്സേജ് ഇൻസ്റ്റയിൽ ഇട്ട് കൊടുത്തു, എന്നാലും അമ്മയായി എന്നെ കൺസിഡർ ചെയ്തില്ല. പക്ഷെ അതവൻ മൈൻഡൊന്നും ചെയ്തില്ല കേട്ടോ. പക്ഷേ ഗണപതി ഇവർ നോക്കിയിട്ടുണ്ടായിരുന്നു. ഗണപതി പക്ഷെ എപ്പോഴോ ഇവരൊരു യാത്രയിൽ ഗണപതിയുടെ ഫ്രണ്ട്സൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഈ ഷംനത്തയുടെ ക്യാരക്ടറിന്റെ ഡിസ്കഷൻ നടക്കുകയായിരുന്നു തോന്നുന്നത്. അപ്പോഴെങ്ങാണ്ടുമാണ് ആരോ ഗണപതി എടുത്ത് പറഞ്ഞു തോന്നുന്നത്, ഇങ്ങനെ എൻ്റെ പേര് ഒരു മെസ്സേജ് കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ബീന ചേച്ചി ഇതിൽ വിളിച്ചാലോ എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ എന്നെ വിളിക്കുന്നത്. ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി. കാരണം ഞാനിങ്ങനെ ആക്ച്വലി കാത്തിരിക്കുകയായിരുന്നു കുറേ വർഷങ്ങളായിട്ട്. സിനിമയിൽ ഒരു റീ എൻട്രി വേണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു.
അപ്പോഴാണ് ഇവനിങ്ങനെ വിളിച്ചിട്ട് കഥാപാത്രം ഒന്നും പറഞ്ഞില്ല, ചേച്ചി ഒരു ക്യാരക്ടർ ഉണ്ട്, ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു അയ്യോ ചെയ്യുന്നുണ്ടോ എന്ന് 100%. അപ്പം അങ്ങനെ എനിക്ക് ഭാഗ്യത്തിൽ അങ്ങനെ ഗണപതിയിൽ വഴി കിട്ടിയതാണ് ഈ ക്യാരക്ടർ. ഗണപതിയെ നായകനാക്കിയിട്ട് ഞാൻ ഈ പടം നമ്മളെല്ലാവരും സിനിമ ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ ഫ്രണ്ടിൽ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നവർ മാത്രമല്ല, എൻ്റെ പിറകിലുള്ള ഒരുപാട് പേരുണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു വാർത്തയാണ്, അതൊരു പരിഗണനയാണ്. ഇത്രയും പോപ്പുലറായിട്ടുള്ള ഒരു മാധ്യമത്തിനെ ഇപ്പോൾ ഇങ്ങനെ ഒരു വ്യവസായമായിട്ട് അംഗീകരിച്ച് അതിനെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തീരുമാനം വരുന്നത്, അത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്, അഭിനന്ദനാർഹമാണ്. അത് വലിയ മാറ്റങ്ങൾ സിനിമയിൽ, മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഡിഫിക്കൽട്ടീസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളും? ഫസ്റ്റ് ഓഫ് ഓൾ പേരിന് റോയൽറ്റി ഇല്ല, പക്ഷെ നമ്മൾ എല്ലാം ഇതിൻ്റെ ബാലൻ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻ കമ്പനി നമ്മൾ ട്രാക്ക് ചെയ്തു. അവരുടെ ഫാമിലി ഓസ്ട്രേലിയയിലാണ്. ബാലൻ അവരുടെ 15ാമത്തെ 16ാമത്തെ സിനിമ എന്തായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അവർ പ്രൊഡക്ഷൻ ഹൗസ് കൂട്ടി ആ ഫാമിലിയുടെ ലാസ്റ്റ് ആൾക്കാർ നമ്മൾ ട്രേസ് ചെയ്തു. അവരിന്ന് NOC വാങ്ങിച്ചു, ചേംബറിൽ നിന്നൊക്കെ അപ്രൂവൽ എടുത്തിട്ട് തന്നെയാണ് ബാലൻ എന്നുള്ള പേരിലേക്ക് എത്തിയത്. അങ്ങനെ ബാലൻ എന്നുള്ള പേര് ചൂസ് ചെയ്യാൻ കാരണം അതിൻ്റെ റീകോൾ വാല്യൂ തന്നെയാണ്, എല്ലാവർക്കും സുപരിചിതമായ പേരാണ്. പിന്നെ ഒരു ബാലൻ്റെ കഥ എന്ന് പറയുമ്പോൾ ബാലൻ എന്നുള്ള ഏറ്റവും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പേര്. പിന്നെ അതിൻ്റെ റീകോൾ വാല്യൂ ആണ്. പിന്നെ നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ട് ബാലനാണ് ഫസ്റ്റ് ടോക്കി. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അറിയുന്ന നമ്മളുടെ ചരിത്രത്തിൻ്റെ ഭാഗവും കൂടെ ആയ ഒരു ടൈറ്റിൽ കൊണ്ടാണ് ബാലനിലേക്ക് എത്തിയത്. അത് നമുക്ക് ഈ ക്യാരക്ടറിൻ്റെ നമ്മൾ ഇതിനെപ്പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ക്യാരക്ടർ ഒരു നല്ലപോലെ നമ്മൾ ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റിലുണ്ടായിരുന്നു, മറ്റേ ഡെയിലി ഒരു ബിരിയാണിയും കഴിക്കുന്ന നല്ലപോലെ കള്ളും കുടിക്കുന്ന ഒരാൾ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വയറിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ചിന്തിച്ചത്. അത് പ്രോസ്തെറ്റിക് ആണ് ആ വയറ്, പക്ഷെ ഞാനങ്ങനെ ഫുൾ ഫിറ്റ്നസ്സിലൊക്കെ ഇരുന്ന് ചിസിൽഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് അടയ്ക്കാൻ വരുന്ന മാമേനെ കെട്ടി വെച്ച പോലെ ഇരിക്കുകയുള്ളൂ, അത് ഒട്ടും സെറ്റാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഒരാഴ്ച ബ്രേക്ക് എടുത്ത് ദുബായിക്ക് പോയിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ല് ചെയ്ത് കവളൊക്കെ കൊടുത്തിട്ടാണ് തിരിച്ചു വന്നത്. ഇത് ബാലനിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞിട്ട് പോയത്. അത് കഴിഞ്ഞ് ബാലനിൽ അപ്പം എന്താ വെച്ചാൽ ശരീരം കുറച്ചൊന്ന് വർക്കൗട്ടും ചെയ്തില്ല, ഒന്ന് ലൂസാവണമായിരുന്നു ശരീരം. പിന്നെ അപ്പം അങ്ങനെയാണ് ആ ബോഡി ലാംഗ്വേജിലൊക്കെ അതിൻ്റെ വെച്ചാൽ നമുക്ക് അത് ഗുണം ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇയാൾ അത്ര കോർ സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്ത ആളായിരിക്കും, ചിലപ്പോൾ അത്ര ഫിറ്റ്നസ് ഇല്ലാത്ത ആളായിരിക്കും. അപ്പോൾ അയാളുടെ നടത്തത്തിലൊക്കെ അതിൻ്റെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമായിരിക്കും, അയാളുടെ ഇരിപ്പിലും കിടപ്പിലും ഒക്കെ ഉണ്ടാവും. അതിനൊത്ത ഒരുപാട് സീനുകൾ കാണുമ്പോൾ നമുക്കത് ആ ക്യാരക്ടറിൽ നിന്ന് ആ കഥാപാത്രമായിട്ട് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആ കോസ്റ്റ്യൂംസ് കറക്റ്റാണ്. എത്രത്തോളം ടഫായിരുന്നു ഈ കഥാപാത്രത്തിന് ചെയ്യാനായിട്ട്? ശരിക്കും കുറേ അലഞ്ഞു നടന്നത് ഫർസാനേൻ്റെ സാരിക്ക് വേണ്ടിയിട്ടാണ്. കുറേ ട്രയൽ ആൻഡ് എറർ നടത്തി പല പല ടൈപ്പ് നോക്കി അവസാനം അങ്ങനെ ഒരു ക്യാരക്ടറോട് ബ്ലെൻഡായിട്ട്, ബോഡിയോട് ബ്ലെൻഡായിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക്കിൽ അതൊരു ഹാൻഡ് മെയ്ഡ് സാരിയാണ്. അതാണ് കുറച്ച് നാളെടുത്ത്, എനിക്ക് തോന്നുന്നു ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 1 വീക്കോ 2 വീക്ക് മുന്നെയാണ് ആ സാരി കിട്ടുന്നത്. പിന്നെ ടോവിയുടെ ക്യാരക്ടർ ഇറ്റ്സ് വെരി ലൈക്ക് 2 സമയം കാണിക്കുന്നുണ്ട്. അതിലെനിക്ക് തോന്നുന്നു സെക്കൻഡ് ഇതാണ് കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ചെയ്യാൻ പറ്റിയിട്ട് ഉണ്ടായിരുന്നത്. ചിദംബരം ഗ്രൂപ്പ് ഇതിന്റെ പേര് ഇപ്പം അത് ഓഫ് കോഴ്സ് ഭയങ്കര സന്തോഷമായിരുന്നു. പ്രിയൻ സാറിൻ്റെ ആ വാക്ക് റിയലി ഹെൽപ്ഡ് us. അപ്പം കുറേ ആൾക്കാർക്ക് ഈ സിനിമ കാണാനും എല്ലാം അതൊരു എന്താ പറയുക ഒരു മോട്ടിവേഷനായി. ആൻഡ് അങ്ങനത്തെ പ്രശംസകൾ ആക്ച്വലി ഭാരിച്ച ഉത്തരവാദിത്തങ്ങളോടാണ് തരുന്നത്. അപ്പം എപ്പോഴും അത് നമ്മൾ ഡെലിവർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. താങ്കളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സിനിമ എന്തായിരിക്കും, അല്ലെങ്കിൽ എന്താണ് താങ്കളെ സിനിമ ചെയ്യാൻ ഇൻസ്പയർ ചെയ്യുന്നത്? അങ്ങനെയല്ല, എല്ലാ സിനിമയും യുണീക്കാണ്, എല്ലാ സിനിമയും സ്പെഷ്യലാണ്. അപ്പം ചില കഥകൾ പറയണം, സം സ്റ്റോറീസ് ഹാസ് ടു ബി ടോൾഡ്, ഇറ്റ് ഹാസ് ടു ബി ഹേർഡ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ സിനിമയിലേക്ക് അറൈവ് ചെയ്യുന്നത്. ഇതാണ്, ഇത് ചെയ്യാം, ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ളത്. പിന്നെ കഥ തന്നെയാണ് എൻ്റെ. പിന്നെ എല്ലാം പിന്നെ കാണാത്ത സിനിമ ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്റർ. നമ്മൾ ഇതുവരെ കാണാത്തൊരു കഥയും കാണാത്തൊരു ലോകമാണ് കൊടുക്കുന്നതെങ്കിൽ അത്രയും ബെറ്റർ. അല്ല മോനെ, ആദ്യമായിട്ടാണ് കിട്ടിയത്. പൊതുവെ പറയണ സീരിയലിൽ അഭിനയിച്ച പിന്നെ അവരെ കൊള്ളിൽ അഭിനയിക്കാൻ ഭയങ്കര ഓവർ ആക്ടിങ് ആണ്, പിന്നെന്താണ് അവർക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും തഴയപ്പെടുന്നതാണ്. ഗണപതി എന്തോ അങ്ങനെ ഒരു ഇതെടുത്ത് റിസ്ക് എടുത്തു. അങ്ങനെ ഇത്രയും വർഷമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്, അപ്പോഴെല്ലാം അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടോ? അല്ല, 35 ഇയേഴ്സായി ഞാൻ ഈ പറഞ്ഞ പോലെ. പണ്ട് ചെയ്തിട്ടുണ്ട്, ഒരു 25ഓളം 30ഓളം ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. യോദ്ധ പോലെയുള്ളൊക്കെ നല്ല നല്ല ഒരുപാട് ഹിറ്റ് പടങ്ങളുടെയൊക്കെ ഭാഗമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം
എന്നിലുള്ളൊരു ഒരു അഭിനേത്രിക്ക് ഒരു അന്നൊന്നും സത്യം പറഞ്ഞെങ്കിൽ അത്ര നല്ല അഭിനയമൊന്നും ഇന്നും അറിയില്ല, അല്ല അന്ന് അത്രയും കൂടി അറിയില്ലാത്ത ഒരു ചെറുപ്രായമാണല്ലോ. ഇപ്പോഴൊക്കെ ഇത്രയും നാൾ സീരിയലിലും ഒക്കെ ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് ഒരു കഥാപാത്രം ഇവരൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനും ചെയ്യാനൊക്കെ ഇപ്പോൾ ഒരു ചെറിയ കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. അന്നൊക്കെ ഒന്നും അത്ര അറിയില്ലല്ലോ, പേടിച്ചൊക്കെ നമ്മളിങ്ങനെ നിൽക്കുന്ന ഒരു പ്രായം. അപ്പോൾ എനിക്ക് ശരിക്കും പണ്ടത്തെയൊക്കെ ഇപ്പോൾ എത്ര സീരിയലിൽ എത്ര അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ടൊന്നും അല്ലെങ്കിൽ 3 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. പക്ഷേ ഇതൊന്നും നാളത്തെ ഒരു തലമുറ നോക്കുമ്പോൾ ബീനാന്റണി എന്ന് പറഞ്ഞ അവിടെ രേഖപ്പെടുത്താൻ ഒന്നും ഉണ്ടാവില്ല, ഒരു കഥാപാത്രം പോലും. അപ്പൊ അങ്ങനെ കുറച്ച് കഥ ഇനി എന്റെ എത്ര തലമുറ കഴിഞ്ഞാലും എന്നിലുള്ള ഒരു അഭിനേത്രിയുടെ എന്തെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ ഒരു ഇതിൽ രേഖപ്പെടുത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന് ദൈവം സഹായിച്ചു എന്ന് മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ. അപ്പൊ സൈക്കോകൾ അധികവും ഇതുപോലെ മെന്റൽ സ്ട്രെങ്ത് ഉള്ള ആൾക്കാരായിരിക്കും. എനിക്ക് പക്ഷെ ബിരിയാണി കണ്ടാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല, അതുകൊണ്ട് ഞാൻ സൈക്കോ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഒരു സൈക്കോ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മൈൻഡിൽ മെന്റൽ സ്ട്രെങ്ത് ഉള്ള സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അല്ല, മെന്റൽ സ്ട്രെങ്ത് ഉള്ളവരാണോ സൈക്കോകളായിട്ട് മാറുന്നത്? അതെ, അതോ ലോലന്മാരധികം നമ്മൾ സൈക്കോകളായിട്ട് കാണാറില്ലല്ലോ. പറയാൻ പറ്റില്ല, നമുക്കറിയില്ലല്ലോ. കൂടുതൽ കുറേണൊക്കെ ഉണ്ട്. അധികം എല്ലാവരും ഭയങ്കര സൈലന്റ് ആയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ എനിക്ക് ടോവിച്ചേട്ടനെ എന്ന ഒരു സൈക്കോ ക്യാരക്ടറിൽ കാണാൻ പറ്റുക, ഒരു പെർഫെക്റ്റ് സൈക്കോ. ഓക്കെ, വഴിയുണ്ടാക്കാം. ഞാൻ എന്റെ ശരിക്കുള്ള സൈക്കോത്തരം പുറത്ത് കാണിക്കാതെ അഭിനയിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കോമൺ മാൻസിന്റെ ഇടയിലുള്ള സൈക്കോനെ പുറത്ത് കൊണ്ടുവരണം. റിക്വസ്റ്റ് അല്ല എല്ലാവരും ഹായ്, എൻ്റെ പേര് സിനാൻ. ഇതെൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. അപ്പോൾ ഇതിലോട്ട് എന്നെ അഭിനയിക്കാൻ കാണിച്ചു താങ്ക് യു. ഹലോ, എൻ്റെ പേര് ആദിശേഷൻ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാർട്ടിക്കൊക്കെ വരുന്നത് തന്നെ. എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമ അഭിനയിക്കാൻ. ഞാൻ ഇതിനു മുൻപ് ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ച് അത് എണിച്ചിട്ടാ കണ്ട് എൻ്റെ ഒരു റീൽസ് കണ്ട് എന്നെ വിളിച്ചത് ഇങ്ങോട്ട്. ഹായ്, എൻ്റെ പേര് സിനാൻ. ഇതെൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. അപ്പോൾ ഇതിലോട്ട് എന്നെ അഭിനയിക്കാൻ കാണിച്ചു താങ്ക് യു.